ഇനി ലെസണില് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അനുതാപിലെ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യന് ഉസേ ഷാക്സ ലഗ ക്യോ, അവന് പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്തുകൊണ്ട്? അസ്ലാം കി ആകസ്മിക് മൃത്യു കി ഖബർ സുനുക, അത് അസ്ലാമിന്റെ പെട്ടെന്നുള്ള മരണവാർത്ത കേട്ടിട്ടും അവർ ജീവൻ കി ക്ഷണികത കെ ബാരേമേ സോച്ചുക, പിന്നെ ജീവിതത്തിന്റെ നൈമിഷിക ഭാവനകളെ ചിന്തിച്ചിട്ടും, അതായത് ജീവിതം വളരെ ക്ഷണികമാണ് എന്നത് ഓർത്തിട്ടും യാത്രിക്കോ ഷാക്സല, യാത്രക്കാരന് ഷോക്ക് ആയിപ്പോയി. ഇത് അസ്ലാമിന്റെ മരണവാർത്ത, അതായത് പെട്ടെന്നുള്ളൊരു മരണവാർത്തയാണ് കേട്ടത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഷോക്കായിപ്പോയത്. നെക്സ്റ്റ്, ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ദി ക്യോ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ആഴത്തിലുള്ള ഒരു ഉദാസീനത കണ്ടു. എന്തുകൊണ്ട്? असलम की मृत्यु के कारण और अपने साथी के नष्ट हो जाने के कारण, അതായത് അസ്ലാമിന്റെ മരണ കാരണവും തന്റെ കൂട്ടുകാരന്റെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ നഷ്ടബോധം കാരണവും റിക്ഷവാലേക്ക് ആവാസ്മേ, റിക്ഷക്കാരന്റെ ശബ്ദത്തിൽ ഗഹരി ഉദാസിതി, ആഴമേറിയ ഒരു സങ്കടം കണ്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വരങ്ങളിലെ ഒരു ദയനീയ ഭാവമായിരുന്നു കാണാൻ പറ്റിയത് യാത്രക്കാരനെ. ഇൻകെ സാത്ത് ഹംദർദി ജത്താന ബേവകൂഫി ഹോഗി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻകെ സാത്ത് ഹംദർദി ജത്താന ബേവകൂഫി ഹോഗി, ഇവരുടെ കൂടെ സഹാനുഭൂതിയും കാണിക്കുന്നത് മണ്ടത്തരമാണ്. അതൊരു പോയിന്റ് ആണ്. ഇവിടെ ഹാം യാത്രി കാ കോൺ സാ മനോഭാവ പ്രകട ഹോ രഹാ ഹെ, ഇവിടെ യാത്രക്കാരന്റെ ഏതു മനോഭാവത്തെയാണ് വ്യക്തമാക്കുന്നത്? ആൻസർ, ശ്രമിക് വർഗ കെ പ്രതി ഉപേക്ഷ, അതായത് കഠിനമായി അധ്വാനിക്കുന്ന ആൾക്കാരെ പ്രതി ഒരു ഉപേക്ഷിക്കുന്ന ഒരു മനോഭാവവും, അവർ സഹജീവി സെ സംവേദൻ ഹീതനാക്ക ഭാവുക്കി വ്യക്തി, അതായത് സഹജീവികളോടുള്ള ഒരു സഹാനുഭൂതി കാണിക്കുന്ന ഭാവത്തെയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവഗണിക്കുന്ന ഒരു മനോഭാവം, പിന്നെ സ്വന്തം കൂടെയുള്ള ഒരു സഹജീവിനോട് സഹാനുഭൂതി കാണിക്കാത്തൊരു മനോഭാവമാണ് ഇവിടെ യാത്രക്കാരന്റെ മനസ്സിൽ വരുന്ന ഈ ഒരു വാക്യം കൊണ്ട് മനസ്സിലാവുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വ കിസി അപരാധി കി ഭാന്തി സിർ ചുക്കായെ റിക്ഷ കെ സാത്ത് സാത്ത് ചൽ രഹാ താ ക്യോ, ഒരു അപരാധിയുടെ പോലെ, അതൊരു കുറ്റവാളിയുടെ പോലെ തല കുനിച്ച് റിക്ഷയുടെ കൂടെ കൂടെ പോയിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ട്? ആരായിരുന്നു പോയിരുന്നത്? യാത്രക്കാരൻ. എന്തുകൊണ്ടായിരുന്നു പോയിരുന്നത്? അപ്പനെ സഹജീവി കെ പ്രതി ദിഖായി ഗയി ഉപേക്ഷസെ ഉത്പന്ന പശ്ചാത്താപ, തന്റെ സഹജീവിനോട് കാണിച്ച ഉപേക്ഷാ മനോഭാവവും ആ ഉപേക്ഷാ മനോഭാവത്തിൽ നിന്ന് ഉടലെടുത്ത പശ്ചാത്താപവും കാരണമായിരുന്നു യാത്രക്കാരൻ വളരെ അപരാധി, അത് കുറ്റം ചെയ്ത എന്നുള്ള രീതിയിൽ റിക്ഷ പോകുന്നതിന്റെ ഒപ്പം തന്നെ ഇറങ്ങി റിക്ഷയുടെ ഒപ്പം നടന്നുപോയത്. അപ്പൊ ഈ 4 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് തന്നിക്കണത്. ഈ ഷോർട്ട് ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾ ഒന്ന് വായിച്ച് പഠിക്കാം കേട്ടോ. एक प्रसंग किन किन पात्रों से संबंधित, അതായത് ഒരു പോയിന്റ് തരും, അത് ആരെ സംബന്ധിച്ചാണ്, അത് ഏത് കഥാപാത്രത്തെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് പറയണം. 1 വേർഡ് ആണ്. അത് 1 മാർക്കിനേക്ക് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഒന്നാമത്തെ, ഉസേ ഷാക്സ ലഗ, അയാൾക്ക് ഷോക്കായി പോയി. ആർക്ക്? ആൻസർ യാത്രക്കാരനെ. രണ്ടാമത്തെ, ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി ദി, അവന്റെ സ്വരത്തിൽ വളരെ ആഴത്തില ഒരു ഉദാസീനത കണ്ടു. ആരുടെയിലായിരുന്നു? നയ റിക്ഷവാല, പുതിയ റിക്ഷക്കാരനിലായിരുന്നു. മൂന്നാമത്തെ, ഉസ്നെ രാസ്തേ മേ ഹി ദം തോട് ദിയ, വഴിയിൽ വെച്ച് തന്നെ വല്ലാത്തൊരു വിഷമൊരവസ്ഥ, എല്ലാം പോയി എന്നൊരു അവസ്ഥ വന്നു. ആരെ സംബന്ധിച്ചായിരുന്നു? അസ്ലാമിനെ പ്രതിയായിരുന്നു. അസ്ലാമിന്റെ കാര്യങ്ങൾ ഓർത്തിട്ടായിരുന്നു. നാലാമത്തെ, കൽക്കി ഘടന ഉസ്കി ആംഖോ കെ ആകെ സജീവ് ഹോ ഉടി, ഇന്നലത്തെ സംഭവം കണ്ണുകളുടെ മുൻപിൽ ഉണർന്നു, അതായത് കണ്ണുകളുടെ മുൻപിലേക്ക് വരുന്ന പോലെ തോന്നി. ആർക്കായിരുന്നു? യാത്രക്കാരന്. എക് ബാരഹി ഉസ്കി ഇച്ഛ ഹുയിക്കി റിക്ഷസെ ഉത്തറായെ, ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് പെട്ടെന്നൊരു ആഗ്രഹം തോന്നി റിക്ഷയിൽ നിന്ന് താഴേക്ക് ഇറങ്ങണമെന്ന്. ആർക്കായിരുന്നു? യാത്രക്കാരന്. കിസി കാർ കെ ഹോൺ സെ ചൗങ്കർവ വർത്തമാൻ മേ ആകെ, ഏതോ ഒരു കാറിന്റെ ഹോണിന്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും അയാള് പ്രസന്റിലേക്ക് വന്നു, അതായത് പഴയ ഓർമ്മകളിലിരിക്കുകയായിരുന്നു, പ്രസന്റിലേക്ക് വന്നു. അതും യാത്രക്കാരനായിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്കേലെ ചടായി ഘാസ് മായനെ നഹി രക്തി, അദ്ദേഹത്തിന് വേണ്ടി അതായത് ഒരു കയറ്റത്തിന് അങ്ങോട്ട് പോവാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആർക്കായിരുന്നു? നയ റിക്ഷവാല, പുതിയ റിക്ഷക്കാരന്. എട്ടാമത്തത്, അപരാധിക്ക് ഭാന്തി സിർ ചുക്കായെ ചൽ രഹാദ, ഒരു തെറ്റ് ചെയ്തൊരു അപരാധിയെ പോലെ തല കുനിച്ച്
നടന്നു. ആരായിരുന്നു? യാത്രക്കാരൻ. അപ്പൊ 8 വൺ വേർഡ് ഉണ്ടായിരുന്നു. 8 വൺ വേർഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ഓരോ മാർക്കിന്റെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോ മാർക്കിനായിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ അതും നിങ്ങളത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കുക.